ഒന്നും മിണ്ടാതെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാതെ സോണിയ പിന്മാറുമ്പോൾ അന്തിമ തീരുമാനം ഖാർഗെക്ക് പറയേണ്ടി വരും. 3 ദിവസത്തിനുള്ളിൽ ഖാർഗെ ആ തീരുമാനം രാജ്യത്തെ അറിയിക്കും. അതുമാത്രവുമല്ല, BJP നോക്കിയിരിക്കുകയാണ് കണ്ണിൽ എണ്ണ ഒഴിച്ചുകൊണ്ട്. കാരണം ഖാർഗെയുടെ അന്തിമ തീരുമാനം പുറത്തു വരുന്ന മുറക്കെ BJPക്ക് അവരുടെ കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കാനാവൂ. 2 മണ്ഡലങ്ങളുടെ കാര്യത്തിൽ ഇരു പാർട്ടിക്കുള്ളിലും ആശങ്ക നിലനിൽക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിന്റെ തീരുമാനത്തിന് പിന്നാലെ മാത്രമേ ഞങ്ങൾ എന്തെങ്കിലും പറയൂ, എന്തെങ്കിലും വിളംബരം ചെയ്യൂ എന്നാണ് BJP പറയുന്നത്. അതിനൊരു കാരണം, റായ്ബറേലിയെ സംബന്ധിച്ച് BJPക്ക് ആരെ നിർത്തണമെന്ന തീരുമാനത്തിലേക്ക് എത്താനായിട്ടില്ല. പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് ചട്ടം കൂട്ടുമ്പോൾ തന്നെ വരുൺ ഗാന്ധിയെ പ്രിയങ്കയ്ക്കെതിരെ മത്സരിപ്പിക്കാനുള്ള വട്ടവും BJP കൂട്ടി. എന്നാൽ സൗകര്യമില്ല എന്ന ഉത്തരം വരുൺ ഗാന്ധി നൽകിയതോടെ BJP ഉറ്റുനോക്കി ആ വാതിൽ അങ്ങനെ അടയുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ പ്രഖ്യാപനത്തിന് കാത്തു നിൽക്കുകയല്ലാതെ മറ്റു പോംവഴികളൊന്നും തന്നെ BJPക്ക് മുന്നിലുമില്ല. അതേസമയം അമേഠിയിൽ രാഹുലിന്റെ വരവ് കാത്തിരിക്കുകയാണ് കോൺഗ്രസ്. വയനാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ രാഹുൽ എപ്പോൾ അമേഠിയിലേക്ക് എത്തുമെന്ന് കാത്തിരിക്കുകയാണ് അമേഠിയിലെ കോൺഗ്രസ്. അതേസമയം സ്മൃതി ഇറാനി പ്രചാരണത്തിൽ ഏറെ മുന്നിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. 2019 പരാജയത്തിലേക്ക് രാഹുലിനെ വീണ്ടും കൊണ്ടെത്തിക്കുക എന്ന തരത്തിൽ വിദ്വേഷ പ്രചാരങ്ങൾ കൊണ്ടാണ് സ്മൃതി ഇറാനി മുന്നിൽ നിൽക്കുന്നത്. വിദ്വേഷ പ്രചാരണങ്ങൾ കൊണ്ട് മാത്രം. എപ്പോഴത്തെയും പോലെ BJPയിലെ മറ്റു നേതാക്കളെയും പോലെ തന്നെ സ്മൃതി ഇറാനിക്കും എടുത്തു പറയത്തക്ക തരത്തിൽ വികസനത്തെ ഊന്നിപ്പറയുകയോ എടുത്തു പറയുകയോ ചെയ്യുന്നില്ല. സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നില്ല. ആകെ ഉള്ളത് ഞാൻ വീട് വെച്ചു എന്നുള്ളത് മാത്രമാണ്. അമേഠിയിൽ വീട് വെച്ച് താമസമാക്കിയ MP എന്ന് മാത്രമേ അവർക്ക് പറയാനുള്ളൂ. ആ നേട്ടം ആരുടേതാണ്? സ്മൃതിയുടേത് തന്നെയാണ്. അതേസമയം പ്രിയങ്ക റായ്ബറേലിയിലും രാഹുൽ അമേഠിയിലും മത്സരിക്കുമെന്ന കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ തീരുമാനം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും തീരുമാനത്തിലേക്ക് എത്താനായിട്ടില്ല. സോണിയാഗാന്ധി ഈ വിഷയത്തിൽ യാതൊരു അഭിപ്രായവും പറയാതിരിക്കുമ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലയിൽ ഇനി ഖാർഗെ വേണം കാര്യങ്ങൾക്ക് ഒരു അന്തിമ തീരുമാനം, അന്തിമ വരയിടാൻ. ഇവിടെ തെരഞ്ഞെടുപ്പ് സമിതിയിൽ രാഹുൽ പങ്കെടുത്തിട്ടുമുണ്ടായിരുന്നില്ല. ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള അവിനാഷ് പാണ്ഡെ ഇരുവരും മത്സരിക്കണമെന്ന് യോഗത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തോടെ പൊതുവികാരത്തെ മാനിച്ചുകൊണ്ട് രാഹുലിന്റെയും പ്രിയങ്കയുടെയും സ്ഥാനാർത്ഥിത്വ വിഷയത്തിൽ 3 ദിവസത്തിനുള്ളിൽ തീരുമാനം അറിയിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം.